ചരിത്രത്തിലാദ്യമായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP 50 സീറ്റോടുകൂടി അധികാരത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ 51 സീറ്റ് വേണം, തൂക്ക് സഭയായിരിക്കും വരുമെന്ന് ഞങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞു. പക്ഷേ ഞങ്ങളൊരു 45 സീറ്റാണ് പറഞ്ഞത്. അപ്പുറത്തേക്ക് 55 സീറ്റ് വരികയും അവർ ഒരു കോalition ഗവൺമെൻറ് കൊണ്ടുവരാനുള്ള സാധ്യതയും ഞങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ എന്നാലും BJP ഒറ്റക്കക്ഷി വന്ന സ്ഥിതിക്ക് BJP തന്നെയാണ് 50 സീറ്റിൽ വന്നു. ഒരു സീറ്റ് കൂടെ പിടിച്ചാൽ, ഒരു സീറ്റ് കൂടെ അവർക്ക് കിട്ടിയാൽ, ഒരു പിന്തുണ കൂടെ കിട്ടിയാൽ അവർ ഭരിക്കും. അത് കണ്ണമൂലം നിന്ന് ജയിച്ചിട്ടുള്ള രാധാകൃഷ്ണൻ, സ്വതന്ത്രൻ്റെ രാധാകൃഷ്ണൻ്റെ ഒരു സാധ്യതയുണ്ട്, മറ്റൊരു കോൺഗ്രസിൻ്റെ നേതാവിൻ്റെ സാധ്യതയുണ്ട്, വിമതനായി നിന്നൊരാളുടെ സാധ്യതയുണ്ട്. പിന്നെ കോൺഗ്രസിൽ നിന്നുള്ളവ തന്നെ 19 പേര് ജയിച്ചതിൽ പലരും ചിലപ്പോൾ മേയർ തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ പിന്നെ CPM-നകത്തുള്ള പലരെയും ചാക്കിട്ട് പിടിക്കാനുള്ള പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ വിഴിഞ്ഞത്തെ തെരഞ്ഞെടുപ്പിൽ ഒരാൾ ജയിച്ചു വരാനുണ്ട്, അവിടെ സ്ഥാനാർത്ഥി മരിച്ചുകൊണ്ട് വോട്ടെടുപ്പ് മാറ്റിവെച്ചു. അപ്പോൾ അതിൻ്റെ ഒരു വോട്ട് ചിലപ്പോൾ BJPക്ക് സപ്പോർട്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അതെല്ലാം കൂടി 51, 52, 53 ഈ കണക്കിൽ 51 മുതൽ 53 സീറ്റ് വരെ പിന്നെ ഈ മറ്റ് പാർട്ടികളിൽ നിന്ന് കിട്ടുന്നവരെയൊക്കെ കൂടെ വെച്ചുകൊണ്ട് 10-60 സീറ്റിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഇന്നത്തെ നിലയിൽ കാണുന്നത്. പിന്നെ ആര് മേയറാകുമെന്നുള്ളൊരു ചോദ്യമാണ്. വനിതയാണ് മേയറെങ്കിൽ IPS ശ്രീലേഖ IPSനാണ് സാധ്യതയുള്ളത്. ശ്രീലേഖ IPSന് ഒരുപാട് പോസിറ്റീവ് ഘടകങ്ങളുണ്ട്. നമ്മളൊരു ഗ്രാഫ് പേപ്പർ എടുത്തിട്ട് അതിനകത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഘടകങ്ങൾ എഴുതി, സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി ഒക്കെ എഴുതി കഴിഞ്ഞാൽ, ത്രെഡും ഒക്കെ എഴുതി കഴിഞ്ഞാൽ, SWOT അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പോയിന്റ് വീഴുന്നത് ശ്രീലേഖ IPSനാണ്. കാരണം കിരൺ ബേദി IPSന് കൊടുത്തിട്ടുണ്ട്, അൽഫോൺസ് കണ്ണന്താനം, അതുപോലെ വെളിയിൽ നിന്ന് വന്നിട്ടുള്ള IAS-കാരും IPS-കാരും ആയിട്ടുള്ള ഒരുപാട് പേർക്ക് മോഡി ആയാലും അമിത്ഷാ ആയാലും വലിയ അവർ ടെക്നോക്രാറ്റായ രാജീവ് ചന്ദ്രശേഖറിനൊക്കെ വലിയ പൊസിഷനാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ IPS-കാരിക്ക് ഇത് കൊടുക്കാം. ഒന്ന് വനിതയാണ്, ആദ്യത്തെ IPS-കാരിയാണ്, വനിതാ IPS-കാരിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വലിയ വോട്ട് 10-700 വോട്ടിന് ജയിച്ചു. പിന്നെ അവരെ ഒരു ഐക്കണായി നിർത്തി മുമ്പോട്ട് കൊണ്ടുപോകുന്നത് കേരളത്തിൽ ഗുണം ചെയ്യും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. പിന്നെ കറപ്ഷൻ, അഴിമതിയുടെ പ്രശ്നങ്ങളുള്ള ഒരാളല്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് പോസിറ്റീവ് ഘടകങ്ങളുണ്ട്. ഡെപ്യൂട്ടി മേയറായിട്ട് സിമി ജ്യോതിഷിനെയാണ് ഇപ്പോൾ കാണുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ആശാനാഥ് ആയിരിക്കും. സിമി ജ്യോതിഷിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, അവർ കഴിഞ്ഞ പ്രാവശ്യം ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ അംഗമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് തീർച്ചയായിട്ടും അവർക്ക് വീണ്ടും ആ സ്ഥാനം കൊടുത്താൽ, വീണ്ടുമല്ല അവർക്ക് തന്നെ ഈ ഡെപ്യൂട്ടി മേയർ സ്ഥാനം കൊടുത്താൽ, ആ ഡെപ്യൂട്ടി മേയറാണ് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് അത് മനോഹരമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് പിന്നെ പുരുഷന്മാരുടെ കഥയാണ്. പുരുഷന്മാരുടെ കഥ എടുക്കുമ്പോൾ VV രാജേഷിൻ്റെ സാധ്യത വളരെ കുറവാണ്. അതുപോലെ തന്നെ കരമന അജിത്തിൻ്റെയും പല കാരണങ്ങളാൽ കുറവാണ്. പാപ്പനംകോട് ഗോപനാണ് പിന്നെയുള്ള മറ്റൊരു കഥാപാത്രം. ഗോപൻ്റെ കാര്യത്തിലും ഒരു തീരുമാന അവസാനം വരാൻ സാധ്യത വളരെ വളരെ കുറവാണ്. അങ്ങനെയായാൽ പുരുഷന്മാരിൽ BG ഗിരി ഇപ്പോൾ അത് സംഘപരിവാറിൻ്റെയും പ്രധാനപ്പെട്ട ഒരു സാധ്യതയുള്ള നേതാവാണ്. സംഘപരിവാറുകാർക്കും വേണ്ടപ്പെട്ട ആളാണ്. അഡ്വക്കേറ്റ് BG ഗിരി നല്ല അഭിഭാഷകനാണ്, അത്യാവശ്യം നല്ല വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. അത് വട്ടിയൂർക്കാവിൽ നിന്നാണ് തോന്നുന്നു. പിന്നെ നെട്ടയം ഭാഗത്തും അതായത് വട്ടിയൂർക്കാവിൽ തന്നെ ഇതേ തുരുത്തുമൂലയോ ഏത് വാർഡാണ് എനിക്ക് കറക്റ്റ് അറിയത്തില്ല, നന്ദ ഭാർഗവ എന്ന് പറയുന്ന ഭാർഗവനന്ദ, അത് നന്ദഭാർഗവ അങ്ങനെ ഒരു പേരുള്ളൊരു കൗൺസിലർ ജയിച്ചിട്ടുണ്ട്, നന്ദഭാർഗവ. അദ്ദേഹത്തിന് വരാനുള്ള സാധ്യതയുമുണ്ട്. അപ്പം ഇങ്ങനെ ഈ പേരുകളാണ്. പിന്നെ ഒരു RK രമേശ് ഉണ്ട്. പിന്നെ ഇങ്ങനെ പല പേരുകളാണ് കേൾക്കുന്നത്. അതിൽ അഡ്വക്കേറ്റ് BG ഗിരിയുടെ പേരാണ് ഇപ്പോൾ ഏറ്റവും മുന്തിയതായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. പുരുഷന്മാരാണെങ്കിൽ കൺസിഡർ ചെയ്യുന്നത്. ഇനി ഇതൊന്നും അല്ല, അതിലൊക്കെ ഉപരിയായിട്ട് മറ്റൊരു പുതിയ പേര്, ഇപ്പോൾ ചെമ്പഴന്തി ഉദയനുണ്ട്, വേറെ ഒത്തിരി ആളുകൾ ജയിച്ചിട്ടുണ്ട്. അങ്ങനെ പുതിയ പേരുകൾ ആരെങ്കിലും ആണോ BJP കൊണ്ടുവരുമെന്ന് അറിയില്ല. എന്തായാലും 26-ാം തീയതി നമുക്കറിയാം. പേരുകളിൽ ഞങ്ങളുടെ ഒരു കാൽക്കുലേഷൻ അടിച്ച് മുമ്പിൽ നിൽക്കുന്ന സ്ത്രീകളാണെങ്കിൽ ശ്രീലേഖ IPS, സിമി ജ്യോതിഷ്, പുരുഷനാണെങ്കിൽ അഡ്വക്കേറ്റ് BG ഗിരി, നന്ദ ഭാർഗവ.